പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല. അതായത് പോസിറ്റീവ് എനർജിന്നോ നെഗറ്റീവ് എനർജിന്നോ ശരീരത്തിന് ശരിക്ക് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മളുടെ എനർജി സെന്റേഴ്സ് വഴി ശരീരത്തിനകത്തേക്ക് കടക്കും. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ ഒരു വീഡിയോയുടെ ഒരു സബ്ജക്റ്റ് ഇമോഷണൽ ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസ്. ഇത് പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് നമ്മുടെ രോഗാവസ്ഥയുടെ. നമ്മൾ ഈ ഒരു എനർജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി എല്ലാ സ്ഥലത്തും കാണാം. നമ്മുടെ ഫാമിലിയിലായാലും കുടുംബത്തിലായാലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലായാലും നമ്മൾ യാത്ര ചെയ്യുന്ന ഏരിയയിലായാലും നമ്മൾ ഓഫീസിലായാലും നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ അല്ല, ഏത് ഏരിയയിലായാലും നമുക്ക് ഈ ഒരു എനർജി പൊതുവായിട്ടുള്ള ചുറ്റുമുണ്ട്. ഈ ഒരു എനർജിയാണ് പ്രധാനമായിട്ടും നമ്മൾ അറിയാതെ അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ കിടക്കും സ്വാഭാവികമായിട്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു എനർജി തങ്ങി നിൽക്കും. ഈ ഒരു ഗ്ലൂക്കോസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇമോഷണൽ എനർജി എങ്ങനെയാണ് നമുക്ക് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്? ശരീരത്തിനുള്ളിൽ മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ എനർജി വരുമ്പോൾ ഈ എനർജി കൺവേർട്ട് ആയിട്ട് ഒരു ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തിന് പുറത്ത് നിന്നാണ് ഏകദേശം 50% എനർജി നമ്മൾ ആകിയിരിക്കുന്നത്. പ്രൂവ് ചെയ്യുന്നുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വളരെയധികം ദേഷ്യം പിടിക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം എനർജി ഉണ്ടാവും. അപ്പോൾ ഒരാൾ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത്, നമ്മൾ ഡിഫെൻസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ എടുക്കുന്നത് പുറത്ത് അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ ഈ ഒരു എനർജി എടുക്കുന്നത്. നമ്മൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയത്ത്, വളരെയധികം സങ്കടം അല്ലെങ്കിൽ വളരെയധികം വിഷമഘട്ടം ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഭക്ഷണം കഴിക്കില്ല. അതായത് നമുക്ക് ഡൈജസ്റ്റീവ് എനർജി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട് വെച്ചാൽ ആ സമയത്ത് നമ്മൾ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള എനർജി പുറത്തുനിന്ന് നമ്മൾ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ എനർജി കൺവേർട്ട് ആയിട്ട് ശരീരത്തിന് ശരിക്കും പോസിറ്റീവോ നെഗറ്റീവോ ഇല്ല. അതായത് പോസിറ്റീവ് എനർജിന്നോ നെഗറ്റീവ് എനർജിന്നോ ശരീരത്തിന് ശരിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ശരീരത്തിന് എനർജി, അതായത് എന്ത് എനർജിയാണ് ഉള്ളത് ആ എനർജി ശരീരം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു എനർജി കൺവേർട്ട് ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മളുടെ എനർജി സെന്റേഴ്സ് വഴി ശരീരത്തിനകത്തേക്ക് കടക്കും. അപ്പോൾ ഈ ഒരു എനർജിയാണ് എക്സസീവ് എനർജി ആയിട്ട് മാറുന്ന സമയത്ത് ഇത് ഡംപ് ചെയ്ത് നമ്മൾ ഇമോഷണലി കൂടുതൽ ആയിക്കൊണ്ടിരിക്കും തോറും ഈ ഒരു എനർജി കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഡംപ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ എനർജി പുറത്തേക്ക് വിടണം. അതായത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ച് ഓട്ടോമാറ്റിക്കലി വെക്കും. ആ ഒരു ഗ്ലൂക്കോസ്, എക്സസീവ് ഗ്ലൂക്കോസ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പല രീതിയിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെയും അതായത് പല മാർഗങ്ങളിലൂടെ ഒഴിവാക്കണം. ഇത്തരത്തിലുള്ള എനർജിയാണ് നമ്മൾ ശരീരത്തിൽ നിന്ന്, നമ്മൾ ഓറയിൽ കിടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എനർജി ഫീൽഡിൽ കിടക്കുന്ന എനർജിയാണ് നമ്മൾ ശരിക്കും റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നമ്മുടെ ചികിത്സ യഥാർത്ഥമായി ശരിക്കും നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യരിൽ പ്രതിഫലിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. സ്ത്രീകളിൽ യൂട്രസ് ആണ് മെയിനായിട്ട് ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഒരുപാട് സ്ത്രീകളിൽ യൂട്രസ് എടുത്തു കളഞ്ഞിട്ട് വളരെയധികം വിഷമിക്കുന്നത് ശരീരത്തിന്റെ ചൂടും തണുപ്പും കാര്യങ്ങളും എല്ലാ എനർജിയൊക്കെ ബാലൻസ് ചെയ്യുന്നത് യൂട്രസ് ആണ്. പലപ്പോഴും നമ്മൾ കാണാം, അവർക്ക് ഒരു പരിധി കൂടുതൽ ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ഡിപ്രഷൻ ആയിരിക്കും. എപ്പോഴും ഇമോഷണൽ ഇംബാലൻസ് കാണാം, അതായത് ബ്ലഡ് ഷുഗർ കൂടുന്നതായിട്ട് കാണാം. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിലൂടെയോ മാത്രമല്ല, ശരിക്ക് ഈ ഒരു ഇമോഷണൽ ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് നമ്മൾ ചിലപ്പോൾ ഷുഗർ ലെവൽ കൂടുന്നതും കുറയുന്നതും കാര്യങ്ങളൊക്കെ. ആ ബ്ലഡ് ഷുഗർ കൂടാൻ യഥാർത്ഥമായിട്ടുള്ള മെയിനായിട്ടുള്ള വില്ലൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഈ ഇമോഷണൽ ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ, നമ്മുടെ ചക്രാസിലൂടെ അകത്തേക്ക് കടന്ന് ഇതിന്റെ എനർജി ആക്കി മാറ്റി, ഇതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി നമ്മുടെ ശരീരത്തിലേക്ക് എക്സസ് ആയിട്ട് ഗ്ലൂക്കോസ് ഡംപ് ചെയ്യാനുള്ള ഒരു കാരണം ഈ ഇമോഷണലി നമുക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇമോഷണൽ വരുമ്പോൾ സമയത്ത്, നമ്മൾ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ കൂടുതൽ എനർജി പുറത്ത് നിന്ന്, അതായത് ഔട്ട്സൈഡ് പുറത്ത് നിന്ന് നമ്മൾ എനർജി അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് പലരിലും നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് കൂടുതൽ ഭക്ഷണമോ അല്ലെങ്കിൽ കഴിക്കാത്ത ആൾക്കാർക്ക് ഷുഗർ വരുന്നത്, അതായത് ബ്ലഡ് ഷുഗർ കൂടുതൽ ഭക്ഷണം വളരെ കൺട്രോൾ ചെയ്ത് കഴിക്കുന്നവരിൽ കൂടി ഈ ഷുഗർ ലെവലിന്റെ വ്യത്യസ്തത കാണാൻ കാരണം ഈ ഒരു ഇമോഷണൽ ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസിന്റെ ഒരു ഇടപെടലാണ്. ഈ ഒരു ഗ്ലൂക്കോസ് ആണ് ശരിക്കും ടോക്സിക് ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ട് പല നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടി പല അസുഖങ്ങളും വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം ഈ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സ്വയമായി ഡെയിലി ബേസിസിൽ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്. ഇമോഷണൽ ഗ്ലൂക്കോസിനെ നമ്മൾ പരമാവധി ഡെയിലി വൈസ് നമ്മൾ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്ത് നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യുക. ശരീരം, ഈ കാണുന്ന ശരീരം മാത്രമല്ല, ഇതിന് പുറത്ത് കൂടി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളുടെ വേറൊരു ശരീരം കൂടി ഉണ്ട്. അപ്പൊ ആ ഒരു ശരീരത്തിലും കൂടി ഊർജ്ജം ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമുക്ക് എനർജി ബോഡി എന്നൊക്കെ വിളിക്കാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ. അപ്പൊ അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരുപാട് വേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് വാക്കുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും, സ്വാഭാവികമായിട്ടുള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായി വരില്ല. അപ്പൊ അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഭാഷയിൽ ഞാൻ ലഘൂകരിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എനർജി പല രീതിയിലൂടെ, പല നമ്മുടെ എഫർമേഷൻസിലൂടെയും, പല അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിലൂടെയും അല്ലെങ്കിൽ ഹീലിംഗ് ട്രീറ്റ്മെന്റിലൂടെയും നമുക്ക് എന്ത് ചെയ്യുക, ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത്
പുറത്തേക്ക് തീർച്ചയായും വിടാം.